ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, നമ്മൾ പഴയ മൈൻക്രാഫ്റ്റിൻ്റെ സീരീസ് ഇട്ടുകൊണ്ടിരുന്നത് അത് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ് കയ്യിൽ നിന്ന്. അപ്പോൾ നമ്മൾ പുതിയ ഒരെണ്ണം തുടങ്ങിയതാണ് ഗൈസ്. മറ്റേ ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ ഇനി തൊട്ട് ഇടൻ്റെ ആയിരിക്കും നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നത്, പാർട്ട് 1 തൊട്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ഇതിൻ്റെയാണ്. അപ്പോൾ മറ്റേതില്ല ഗൈസ്, മറ്റേത് പോയി ഗൈസ് കയ്യിൽ നിന്ന്. അപ്പോൾ നമുക്ക് ന്യൂ സീരീസിലേക്ക് വരാം. നമ്മൾ ആദ്യം തന്നെ സ്പോൺ അയക്കുന്നൊരു സ്ഥലത്താണ്, കടൽ പോലത്തെ സ്ഥലം ഗൈസ്. അതിൻ്റെ അപ്പുറത്ത് പോയി നമുക്ക് കുറച്ച് ഒരു മരം നിൽക്കുന്നു ഗൈസ്. മരം കുറവാണെന്ന് തോന്നുന്നു ഗൈസ് ഈ ഏരിയയിൽ. ഇവിടെ എല്ലാം നമുക്ക് അതെന്തോ ഗൈസ്, വില്ലേജിൻ്റെ അടുത്താണ് ഗൈസ് നമ്മളൊന്ന് സ്പോൺ ആയത്. സ്പോൺ ഏരിയ അടിപൊളി ഏരിയ തന്നെ കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക്. ഇന്ന് നമുക്ക് ഇവിടുത്തെ മരവും കൂടി പൊളിക്കാം. മരം മുറിക്കാം, മരം മുറിക്കാം, മരം മുറിക്കാൻ. മൈൻക്രാഫ്റ്റിലെ ആദ്യത്തെ ജോലി മരം മുറിക്കലാണ്. എന്നാൽ ഈ ഏരിയയിൽ മരവും കുറവാണ് ഗൈസ്. നമ്മൾ ഈ മരം തന്നെ കുറേശ്ശെ വെട്ടി എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് കുറച്ച് അത്യാവശ്യം എടുത്തിട്ട് നമുക്ക് ജോലി തുടങ്ങാം. എന്നാൽ നമുക്കിവിടെ ഒരു വീട് പണിയണം. കുറേ പണിയുണ്ട്. പിന്നെ കുറച്ച് വില്ലേജേഴ്സിനെയൊക്കെ വീട്ടിൽ പൂട്ടിയിടണം. പിന്നെ വില്ലേജേഴ്സല്ലേ ഓടിപ്പോവും. ഇവിടെ കേവ് പോലത്തൊരു ഏരിയ ഉണ്ട്. എന്നാൽ നമുക്കിവിടെ മൈനിങ് ചെയ്യാനൊരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കണം. പിന്നെ ഇവിടെ നെതർ പോർട്ടലിൽ പോകാൻ പോർട്ടലുണ്ട്. അതെങ്ങനെ ഈ നെതർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നെതറായി ബ്ലോക്ക് ഇല്ല ഗേസ്. ഗോൾഡ് ഉണ്ട് ഗേസ്, അത് പൊളിച്ചെടുക്കണം. ചെസ്റ്റിൽ നെതറായി ഇല്ല ഗേസ്. നമ്മൾ എന്താ ചെയ്യും ഗേസ് നെതറായി ഇല്ലാതെ? ഇതൊക്കെ ഇതിൽ തന്നെ ഇരിക്കട്ടെ. നെതറായി ബാക്കി പണിയണം. ഇതെന്തോ ക്രൈയിങ് ഒബ്സീഡിയൻ അങ്ങനെ എന്തോ. നെതറായിലോട്ട് പോകാൻ വേണ്ടി നമുക്ക് ആ ബ്ലോക്ക് വേണം. ഒബ്ജീജിയൻസ് എന്ന് പറഞ്ഞ ഏതൊരു ബ്ലോക്ക്. നമ്മൾ ഇവിടെ ആയിട്ട് വീട് പണിയാം ഗൈസ്. പിന്നെ ഗൈസ്, ഇപ്പം നമ്മളെ സ്പോൺ വില്ലേജിൻ്റെ അടുത്തായതുകൊണ്ട് നമുക്ക് ഡെഡ് ആവാം. ഹങ്കറൊക്കെ വരുവാണെങ്കിൽ. അയങ്കോളം ഉണ്ട്, അയങ്കോളത്തിനെ തല്ലിക്കൊല്ലണം. ഒരു കേവ് ഉണ്ട് ഇവിടെ. പിന്നെ കുറച്ച് വില്ലേജേഴ്സ് ഉണ്ട്. കുറച്ച് നമുക്ക് ഫുഡ് എടുക്കാം. നമുക്ക് ഈ ഏരിയ മൊത്തത്തിൽ സെറ്റ് ആക്കണം ഗൈസ്. ഈ മഡ് നമുക്ക് വേണം ഗൈസ്, ആൾക്കാരെ അവിടെ അടച്ചിടാൻ. സാൻഡില്ല, മറ്റേ ഡേർട്ട് ഇച്ചിരി എടുത്തിട്ട് ആദ്യം 2 ആൾക്കാരെ അടച്ചിടുക. കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരെ പൊട്ടിക്കണം. പിന്നെ ഗൈസ് നമുക്ക് അങ്ങോട്ടൊക്കെ പോയി നോക്കണം. ബ്ലാക്ക് സ്മിത്തിൻ്റെ ഏരിയ ഉണ്ട് ഗൈസ്. 2 എണ്ണം ഉണ്ട് ഗൈസ് നമുക്കിവിടെ. ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ഡയമണ്ടിൻ്റെ ആ കുതിരയിലിടുന്നതിന് പിന്നെ ഒരു ആംബി ക്യാറ്റ്സും ഉണ്ട്. ഇവിടെ മണ്ണിൻ്റെ അവിടെ ആയിട്ട് ഒരെണ്ണമുണ്ട് ഗൈസ്. ഗൈസ്, ഇവനെ നമുക്ക് വേണം. ഇവനെ നമ്മൾ ഉറപ്പായിട്ടും പൂട്ടിയിടേണ്ടവനെ. ഒരു ഡയമണ്ട് ഗൈസ്. പിന്നെ 2 അയൻ്റെ ബൂട്ട്സും ഹെൽമെറ്റും പിന്നെ ആപ്പിളും ഉണ്ട്. പിന്നെ ബ്രെഡുണ്ട്. നമുക്ക് മേളിലൊന്ന് കേസ് കയറി നോക്കണം. മേളിൽ നമുക്കൊരു വില്ലേജറിനെ പൂട്ടിയിടാൻ കാണാം. 4 പേരൊക്കെ കാണുമോ? ഇതൊരു ഫ്ലാറ്റ് പോലത്തെ ഏരിയയാണ് ഗൈസ്. എന്തായാലും ഗൈസ് നമുക്ക് നോക്കാം. ഇവിടെ ഈ വിത്തൊക്കെ പാകിയത് ആരാണ് ഗൈസ്? പിന്നെ ഇവിടെ മേളിൽ ഫാമുണ്ട് ഗൈസ്.
മേളേരിയ പൊളി കേട്ടോ, മേലെ നല്ല ഏരിയ ആണ് ഗൈസ്. അവിടെ ഒരു ഫാം പോലത്തൊരു ഏരിയ ഉണ്ടല്ലോ ഗൈസ്, മറ്റേ ഫാം പോരാ അവിടെ ഗൈസ്. നമുക്ക് എന്തായാലും അവിടെ ഒന്ന് പോയി നോക്കൽ പാടാ ഇച്ചിരി. ചാടാൻ പറ്റുവാണെങ്കിൽ നമുക്ക് പോയി നോക്കാം ഗൈസ്. പറ്റിയില്ല, കറങ്ങിയല്ലേ പോകേണ്ട വരും ഗൈസ്. പിന്നെ എനിക്ക് വീട് പണിയാനുണ്ട് ചെറുതായിട്ട്. ചെറുതെന്ന് പറഞ്ഞാൽ നല്ല ചെറുതായിരിക്കണം. എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടാൻ പാടാണ്. അപ്പം നമുക്ക് അടുത്തൊരു ഐലാൻഡ് കണ്ടുപിടിക്കണം. നമുക്കിനി അടുത്തൊരു ഐലാൻഡ് കണ്ടുപിടിക്കണം ഗൈസ്. ഇവനെ നൈസിന് ഇവിടെ വെച്ചിട്ട് അങ്ങ് അടയ്ക്കാം ഗൈസ്. അങ്ങനെ ഓരോ ആൾക്കാരെ വെച്ച് അങ്ങ് അടച്ചാൽ മതി സമയം കിട്ടുമ്പോൾ. കുറേ ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോയിട്ട് അടയ്ക്കണം എന്തായാലും ഗൈസ്. നമ്മളൊരു സീരീസ് എന്തായാലും ആൾക്കാരെ മൊത്തം ഇട്ട് അടയ്ക്കുകയും ചെയ്യും ഗൈസ്. അതിലോട്ട് ഇപ്രാവശ്യമെങ്കിലും നമുക്ക് ചാടാൻ പറ്റുമോ? ചാടാൻ പറ്റുമോ നോക്കാം. അത് ചാടി ഗൈസ്, ചാടി. ഇനി നമുക്ക് കാണാം ഇവിടെ ഒരു ഡോങ്കിയും 3 പിഗും ഉണ്ട്, പിന്നെ ഒരു കുതിര. ഗൈസ് അവിടെ എന്തുവാ? ഇവിടെ 2 കുതിരയുടെ ഏരിയ ഉണ്ട് ഗൈസ്. കുതിര എന്തായാലും 4 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 5 എണ്ണം തോന്നുന്നു ഗൈസ്. എന്താണ് ഇവിടെ ഒരെണ്ണം നിൽക്കുന്നു. പിന്നെ കുതിര ഈ ഏരിയയിൽ ഒരുപാടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഈ വീടുകാരെ 2 പിഗും കൂടി. ഈ വീടുകാരെയാണ് ഗൈസ്. ഇവിടെ ഒരാൾ കാണണമല്ലോ. ഓഹ് കുതിര എന്തുവാ. ഒരു പ്രാവശ്യം കൂടി ചെയ്യും ഗൈസ്. ഇറക്കി വിട്ടു ഗൈസ്. നമുക്ക് എന്തായാലും പോവാം. നമുക്ക് ഇവിടെയുള്ള ആളെ കണ്ടുപിടിക്കാം. ആ ഗൈസ് ഒരു കുരുട്ടാണ്. കുരുട്ടേ വന്ന് വീട്ടിൽ കയറി. കുരുട്ടേന്ന് വിളിച്ചിട്ട് വരുന്നില്ല. ആ ഡേർട്ട് തരാം മോനെ, വാ. ഈ ഡേർട്ട് തരാം. ഡേർട്ട് വെച്ച് കളിക്കാം കേട്ടാ. ശരി നമുക്ക് മണ്ണൊക്കെ വാരി കളിക്കാം. വാ വീട്ടിൽ വാ. വീട്ടിൽ കയറിയാൽ മണ്ണൊക്കെ തരാം. വാ 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 കയറി. അടി വരും. കയറി ഗൈസ്. കയറ്റിയിട്ടുണ്ട് ഗൈസ് നമ്മൾ. ഇത് കൊച്ചായതുകൊണ്ട് ഗൈസ് ഇച്ചിരി നമുക്ക് മേലും കൂടി അടയ്ക്കേണ്ടി വരും. ഒരു ഡേർട്ടും കൂടി വേണ്ടി വരും ഗൈസ്. ആ കൊച്ചിതാ കയറി. ഭാഗ്യത്തിന് ആ കൊച്ചു അകത്ത് കയറി ഗൈസ്. കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരു കട്ടയുടെ സ്പേസ് മതി ഗൈസ്, കയറി അങ്ങ് പോകും. എത്രയും പെട്ടെന്നാവണം. നമുക്ക് ഹങ്കർ നല്ല ലെവല്, ഹങ്കറിൻ്റെ നല്ല ഉണ്ട് ഗൈസ്. നമ്മൾ ഇതേപോലെ ഒന്നും ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ ഈ വില്ലേജ് കറങ്ങി കാണലായിരുന്നു. അപ്പോൾ ഈ വില്ലേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം ഗൈസ്. പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. നമുക്ക് എന്തായാലും ഇനി വീടൊക്കെ പണിയാൻ തുടങ്ങാം. നല്ല ചെറുതാണ് ആദ്യം ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു വർക്കിംഗ് സ്പേസ് പോലത്തെ ഏരിയ ആയിരിക്കും. അത് പിന്നെ വലുതാക്കി കൊണ്ടുവരും നമുക്ക് സാധനങ്ങൾ കിട്ടുന്നതനുസരിച്ച്. നമുക്ക് സാധനങ്ങൾക്ക് നല്ല ക്ഷാമമാണ് ഈ ഏരിയ. നമ്മൾ കട്ടിൽ, പിന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ, ഒരു ചെസ്റ്റും കൂടി മണ്ണിൻ്റെ അടിയിൽ കുഴിച്ചിടാം. അത്ര ഏരിയയിലെ ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ ഗൈസ്. ഇപ്പം തന്നെ ഗൈസ് സാധനങ്ങൾ തികയുന്നില്ല. എന്തായാലും ഇതും കൂടി ഇവിടെ വെക്കാം. നമുക്ക് ചെസ്റ്റും വേണം ഗൈസ്. എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന കേസ് നമ്മൾ മറന്നുപോയി. നമ്മളതിലൊരു ബ്രെഡുള്ള നമ്മളെടുത്ത് വെച്ച് കഴിച്ചിട്ടുണ്ട് കേസ്. ഇനിയിപ്പോൾ ഇച്ചിരി കൂടിപ്പോയി മരം വെട്ടി സെറ്റാവണം. പിന്നെ രാത്രി ആവുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും വില്ലേജേഴ്സിൻ്റെ ഒപ്പം കയറി കിടക്കാം. സോംബി അറ്റാക്ക് ഉള്ളതുകൊണ്ട് കേസ് ഒരു പ്രശ്നം. ചെമ്മരിയാട് നിൽക്കുന്നു കേസ്. നമ്മളെ കത്തിയില്ല കേസ് കൊല്ലാൻ. ഒരു ആപ്പിൾ കിട്ടി കേസ്. കുറച്ച് ഇലയൊക്കെ പൊളിക്കാം. കുറച്ച് വുഡും
ഞാൻ കേസ് ഇതിൻ്റെ പാർട്ട് 2 ഇടുന്നുണ്ട് കേസ്, എല്ലാവരും കയറി കാണണം കേസ്. ഈ വുഡൊക്കെ നമുക്ക് പൊളിച്ചിടാം. വുഡൊക്കെ പൊളിക്കണം. അടുത്തുള്ള എല്ലാ വുഡും കുറച്ച് നമുക്ക് പൊളിച്ചെടുക്കാം മരത്തിൽ നിന്ന്. ഇപ്പം നമുക്ക് എത്ര, ഒരു 5 വുഡ് കിട്ടിയിട്ടുണ്ട്. നൈറ്റ് ആവുന്നുണ്ട് കേസ്. കുറച്ച് ഡേർട്ടും കൂടി എടുത്തിട്ട് നമുക്ക് പോകണം. വില്ലേജേഴ്സ് കൂട്ടി കയറുമ്പോൾ അടയ്ക്കണ്ടേ. ഓടണം കേസ്. സോംബി കേസ് ഫുള്ള് ഗോൾഡ് ഇട്ടേക്കുന്ന സോംബി വരുന്നുണ്ട് കേസ്. നമ്മളത് നെതറിലോട്ട് നമുക്ക് എന്തായാലും പോകണം. നെതറായി ബ്ലോക്ക് പൊളിക്കാൻ പറ്റുന്ന ഏത് പിക്കാക്സ് വെച്ചാണെന്നും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേസ്. അയൺ ആണെങ്കിൽ അയൺ, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, ഡയമണ്ട് വേണമെന്നറിയാൻ വയ്യ കേസ്. ഒബ്സീഡിയൻ ആ ബ്ലോക്ക് പൊളിക്കാൻ എന്താ വേണം കേസ്? നെതറിലോട്ട് പോകാൻ ആ ബ്ലോക്ക് പൊളിക്കണ്ടേ? ഒന്ന് കമൻറ്റ് ചെയ്യണം കേസ്. എനിക്ക് അറിഞ്ഞൂടാ ആ ബ്ലോക്ക് എന്താ വെച്ച് പൊളിക്കണമെന്ന്. അപ്പം കേസ് ഇവിടെ സോംബി അറ്റാക്ക് ഉണ്ട് കേസ്. വലിയ നടക്കുമെന്നാണ് തോന്നുന്നത്. നമുക്ക് ഈ സോംബി എന്ന് പറഞ്ഞ സോംബീസാണ് കേസ്. ഇവിടെ ഒന്നും ഒരു വില്ലേജേഴ്സിനൊന്നും വീട് തികയുന്നില്ലെന്ന് തോന്നുന്നു കേസ്. നമ്മൾ കെട്ടിക്കൊടുക്കണോ? ഈ അയൻകോളം എന്തോ ഈ അറ്റത്ത് നിൽക്കുന്നു. ഇവനെ ഈ അയൻകോളത്തിനെ കൊണ്ട് ഗുണമില്ലാത്തതുകൊണ്ട് നമ്മൾ മിക്കവാറും ഈ അയൻകോളത്തിനൊക്കെ ഒന്ന് അയണാക്കും. വില്ലേജേഴ്സ് കയറി കിടന്ന് ഉറങ്ങുന്ന കേസ്. ഇവിടെ ഡേർട്ട് വെച്ച് അടക്കിട്ട് കേസിലെ വില്ലേജർ ഇറങ്ങിപ്പോവും. എനിക്ക് അടുത്ത് എവിടെ കേസ്? സോംബിയെ കാണുന്നില്ല. സോംബിയെ കാണുന്നില്ല. മേലെ കയറി നോക്കാം. സോംബി എവിടെയാണ്? സോംബിയെ കാണുന്നില്ല. സ്പൈഡർ ഗൈസ് ചിലന്തി വലയിട്ട് കയറി വരുമോ പെട്ടെന്ന് ഗൈസ്? എന്തായാലും നമുക്ക് ആപ്പിൾ തിന്നാം. നമുക്ക് ഈ കട്ടിൽ നിൽക്കിയിട്ട് അടുത്ത സോംബി എവിടെ ഗൈസ്? സോംബി ഉണ്ടെങ്കിൽ നമുക്ക് കാണണ്ടേ? എവിടാ? നമ്മൾ വീണ്ടും ഈ കഥ പറഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണത്തില്ല ഗൈസ്. ഈ സോംബി എവിടെ ഗൈസ്? എനിക്ക് സോംബീസ് അടുത്തുണ്ടെന്ന് പറയുന്നു ഗൈസ്. എവിടെ ഗൈസ്? കാണുന്നില്ല. ഇവനെന്തോ $1 കൊടുത്ത് 6 ബ്രെഡ് കിട്ടും. ഇനി ഉറങ്ങാം. ഇവിടെയും സോംബി ഇല്ല ഗൈസ്. എവിടെ ഗൈസ് സോംബി? സത്യം പറഞ്ഞാൽ നമ്മളെ സോംബി മണ്ടനാക്കുകയാണ് ഗൈസ്. അവിടെ നൈസിൽ നിൽക്കുക ഗൈസ്. നമ്മൾ ഈ ഗ്ലാസ് പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ അതാണെങ്കിൽ ഇടാൻ പാടാ. ഗ്ലാസ് നമുക്ക് ഉണ്ടാക്കാൻ സാൻഡ് കത്തിക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ വുഡ് പൊട്ടിച്ചിട്ട് അടിക്കാം. കയ്യിൽ വുഡൻ സ്ക്വാഡ് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെ അത്ര സാധനങ്ങളൊന്നും ഇല്ല ഗൈസ് ഉണ്ടാക്കാൻ പറ്റിയ. ഇനിയിപ്പോൾ വീടൊക്കെ പൊളിച്ച് വല്ലതും ഉണ്ടാക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ആ അവസ്ഥയാണ് തോന്നുന്നത്. എല്ലാത്തിനെയും കൊല്ലണം ഗൈസ്. ഒരുത്തനെ തട്ടിട്ട് ഗൈസ്. എത്ര പാടാ ഗൈസ്. ഒരുത്തനെ കൊന്നു ഗൈസ്. അടുത്തവൻ അടുത്തവൻ അടിച്ച് കൊന്നു. അടുത്തവൻ ഗൈസ്. സോംബി ഫ്ലഷ് അവനെടുത്ത് കൈ വെച്ചേക്കുന്നു. എനിക്ക് തോന്നുന്നു എൻ്റെ അനിയനെ വല്ലതും ആണോ ഞാൻ കൊന്നു. സോംബിക്ക് ഇത്രയ്ക്ക് ദേഷ്യം.
അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ എന്തായാലും നമ്മൾ ഒപ്പിക്കണം ഗൈസ്. നമ്മൾ ഇനി അവനെ എണ്ണിപ്പിച്ചാൽ നമുക്ക് കയറി കിടന്നുറങ്ങാം ഗൈസ്. രാവിലെ ആയിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ മേളിൽ കൂടി അങ്ങ് നമുക്ക് ചാടിപ്പോവാം. നമുക്ക് ബാക്കി പരിപാടികളുണ്ട് ഇവിടെ. മരം പ്ലൈവുഡാക്കി വീട്ടിൻ്റെ ബാക്കി പണിയണം. കട്ടിൽ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങണം. ഇതൊരു ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.